ഫൈനലി എനിക്കിത് കിട്ടി ഗൈസ്. ഞാൻ ഈ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നതാണ് ഇൻസുലേറ്റഡ് ബബിൾ ഷീറ്റ്. എന്നെപ്പോലെയുള്ള ചോക്ലേറ്റ് സെല്ലേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് ഞാനൊരു 4mm തിക്നെസ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്, പാക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇതാണ്. കൂടുതൽ തിക്നെസ്സിൻ്റെ ഉണ്ട്. അതെല്ലാം റൂഫിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ചൂട് കാലത്ത് ചോക്ലേറ്റ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിന് കിട്ടുക അത് അലിഞ്ഞിട്ടായിരിക്കും. പ്രത്യേകിച്ച് ബർത്ത്ഡേ ബാർസ്, അതിലുള്ള ലെറ്റേഴ്സും ഡിസൈൻസ് എല്ലാം തന്നെ അലിഞ്ഞ് ഒന്നായിട്ടായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതെ വളരെ നീറ്റായിട്ട് എത്താനായിട്ടാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആ ചോക്ലേറ്റ്സിൻ്റെ ടെമ്പറേച്ചർ എന്താണോ അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യും. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹീറ്റ് ഒന്നും ഇതിൻ്റെ ഉള്ളിലോട്ട് വരില്ല. നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഐസ് പാക്സ് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ ചോക്ലേറ്റ്സ് ആയിരിക്കും. ചൂടുകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഷീറ്റിന് വേണ്ടിയിട്ട് ഞാൻ അന്വേഷണം ആരംഭിച്ചു. ആമസോണിൽ അതുപോലെയുള്ള മറ്റ് സൈറ്റുകളിലെല്ലാം തന്നെ ഞാൻ ഈ ഷീറ്റിന് വേണ്ടി തപ്പി കേട്ടോ. പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു. ചോക്ലേറ്റ്സിനേക്കാളും കൂടുതൽ റേറ്റാണ് ഈ ഒരു ഷീറ്റിന് വരുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഞാൻ ഇന്ത്യ മാർട്ടിൽ തപ്പി. അപ്പോഴാണ് എനിക്കൊരു സെല്ലറിനെ കിട്ടിയത്. ആ സെല്ലർ എന്ന് പറയുന്നത് നമ്മുടെ അങ്കമാലിയിലെ ഇങ്കൽ ബിസിനസ് പാർക്കിൻ്റെ ഉള്ളിലുള്ളൊരു സെല്ലറായിരുന്നു കേട്ടോ. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇവരുടെ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഓഫ്ലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തത്. ഷീറ്റിൻ്റെ തിക്നെസ് ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അഫോർഡബിൾ റേറ്റിനാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കും.